ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. സ്മാർട്ട് ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഹോച്ചിമിൻ സിറ്റിന്ന് ഇപ്പോഴുള്ള പേരാണ്, നേരത്തെ ഇത് സൈഗോൺ ആയിരുന്നു. സൈഗോണിലെ രണ്ടാമത്തെ ദിവസം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കുച്ചി ടണൽ ആൻഡ് മെക്കോങ് ഡെൽറ്റ എന്ന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഹോട്ടലിൽ ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. നമ്മൾ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ രാവിലെയൊക്കെ ഇവിടെ ആക്റ്റീവ് ആവുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ എല്ലാം നമ്മൾ കണ്ട തായ്ലാൻഡ് അല്ലെങ്കിൽ ഇന്തോനേഷ്യ മാതിരിയൊക്കെ ഇതൊക്കെ ഒരു ആക്റ്റീവായി വരണമെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആവും. ഉച്ചയ്ക്ക് ശേഷം പിന്നെ ചില വാക്കിംഗ് സ്ട്രീറ്റുകളൊക്കെ വൈകുന്നേരം 10 മണിക്ക് ശേഷം, രാത്രി 10 മണിക്ക് ശേഷമാണ് ആക്റ്റീവ് ആവുക. അപ്പോൾ അങ്ങനെയാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ കാണാം, എൻ്റെ ബാക്കിലെ റോഡൊക്കെ മിക്കവാറും കാലിയാണ്. നമ്മൾ ഇന്നലെ വൈകിട്ട് കണ്ടത് ഈ റോഡൊക്കെ ഫുള്ള് നിറഞ്ഞു കഴിയുന്ന വാഹനങ്ങളാണ്, ഒരുപാട് ബൈക്കുകളാണ് ഇവിടെ. അപ്പോൾ ഓക്കെ, നമ്മളെ വണ്ടി വരാനായി തോന്നും. ഞാൻ നോക്കട്ടെ. ഹോട്ടലിൻ്റെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇവിടുത്തെ പോലെ നമ്മളിവിടെയും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടാണ്, പിന്നെ ബ്രെഡ്, ജാം, പിന്നെ മറ്റ് ഫുഡിലേക്കൊന്നും നമ്മൾ തിരിഞ്ഞില്ല. നമ്മൾ ബോസും ഇതൊക്കെ തന്നെയാണ് ഇന്ന് കഴിക്കുന്നത്. എന്തായാലും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുച്ചി ടണൽ, ഫസ്റ്റ് കുച്ചി ടണലാണ് പോകുന്നത്. അതിനുശേഷം മെക്കോങ് ഡെൽറ്റ സ്ഥലങ്ങളുണ്ട്, പിന്നീട് പറയുന്നതായിരിക്കും. മനോഹരമായ പാതകൾ പിന്തള്ളി നമ്മളുടെ വാഹനം മുന്നോട്ട് പോയിട്ട് സൈഡിലൊക്കെ നമുക്ക് കാണാം, ഈ ഡിവൈഡറിലൊക്കെ നന്നായിട്ട് ഗാർഡനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ സൈഡിലൊക്കെ ഉള്ള ബിൽഡിങ്ങൾ മൾട്ടി കളർ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇവിടെ കളറിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷനൊന്നുമില്ല, നമുക്ക് തോന്നുന്ന കളർ അടിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ സിറ്റിയൊക്കെ വളരെ മനോഹരമാണ്. ഇപ്പോൾ നമ്മളൊരു ടണലിൽ പ്രവേശിച്ച്, അത്യാവശ്യം ലെങ്ത്തുള്ളൊരു ടണലാണ്. ഹോച്ചിമിൻ സിറ്റിയിൽ നമ്മളെ കുച്ചി ടണലിലേക്കുള്ള വഴിയിലുള്ള ഒരു ടണലാണിത്. കുച്ചി ടണലിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടോ, ഹാൻഡിക്കേപ്ഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തായാലും ഇങ്ങനെയുള്ള ചില ട്രിപ്പുകളിൽ ഡ്രൈവർമാർ ഇങ്ങനെയുള്ള ചില പോക്കറ്റുകളിലൊക്കെ നിർത്തും, അവർക്കുള്ളൊരു ബിസിനസ് കൂടിയാണ് അത്. അപ്പം ഇത് മുട്ടത്തോടിലുണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അത് ഹാൻഡിക്കേപ്ഡ് ആളുകളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറേ ഷെല്ലോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതവിടെ നിർമ്മിക്കുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്, ഒരു സാമ്പിളായിട്ട് കാണിക്കുന്നുണ്ട് അവിടെ. അത് പ്രോഡക്റ്റ് ഏകദേശം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അടിപൊളിയായിട്ട് ഇത് മുട്ടത്തോട്ടിൽ ഉണ്ടാക്കിയതാണോ എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കാൻ പോലും പറ്റില്ല, അത്രയും ക്ലീനായിട്ട്. ഒരു പോളിഷ് ചെയ്യുന്ന ഒരാളെ അവിടെ കാണാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വലിയൊരു ഷോറൂം തന്നെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഇത് പർച്ചേസ് ചെയ്യാം. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, കാരണം അതായത് ഹാൻഡിക്രാഫ്റ്റ് ആയതുകൊണ്ടായിരിക്കും നല്ല റേറ്റാണ്. അവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ്, ക്യാപ്പൊക്കെ വെച്ചിരിക്കുന്ന സീനറിയൊക്കെ അവിടെ കാണുന്നുണ്ട്. പിന്നെ ഇതേമാതിരിയുള്ള ഒത്തിരി സുവനീറുകൾ അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം. നമ്മളെ ഒത്തിരി സാധനങ്ങൾ നമ്മളെ കൂടെ വന്നവരൊക്കെ വാങ്ങി, നമുക്ക് അങ്ങനെ വാങ്ങിയില്ല, കാരണം ഇപ്പോഴേ അത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, കൊണ്ടു നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അടിപൊളി ഒരു സ്ഥലത്ത് തന്നെയാണ് കൊണ്ട് നിർത്തിയത്. പക്ഷേ നമ്മുടെ സമയം ഒരുപാട് ഇങ്ങനെ വേസ്റ്റ് ആകുക എന്നുള്ളതുകൂടി ഉണ്ട്. കുറേ ദൂരം യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് ഇനി കുറേ നേരം കഴിയും. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 2-3 മണിയൊക്കെ ആവും നമുക്ക് ലഞ്ചിന്. അപ്പോൾ എന്തെങ്കിലും ഒരു പാർസൽ വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ട് നമ്മളിവിടെ അടുത്തൊരു കടയിൽ നിന്ന് 2 ബർഗർ വാങ്ങി കയ്യിൽ വെച്ചിട്ടു. തൽക്കാല ആശ്വാസത്തിന് അത് മതി. ലഞ്ചിന് കുറച്ച് ലേറ്റായി പോയാലും വലിയ പ്രശ്നമില്ല. നമ്മളൊരു നാട്ടിൻ പ്രദേശത്ത് കൂടിയാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡിലൊക്കെ നമുക്ക് കാണാം റബ്ബർ മരങ്ങളാണ്. അപ്പോൾ റബ്ബർ മരങ്ങളെ പറ്റിയിട്ട് വളരെ വിശദീകരിച്ചിട്ട് തന്നെ നമ്മൾ ഗൈഡ് പറയുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണി അടുപ്പിച്ച് നമ്മൾ കുച്ചി ടണലിൽ എത്തിയിട്ടോ. അവിടെ നമ്മളെ ഗൈഡ് തന്നെ ടിക്കറ്റൊക്കെ എടുത്തു. 90,000 VND ആണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ്. പിന്നെ എല്ലാ വിദേശ ടൂറിസ്റ്റ് കേന്ദ്രത്തിലും കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായൊരു എൻട്രി എന്ന് നമുക്ക് ആദ്യം കാണാം. 2 ഭാഗത്തൂടെയായിട്ട് ടൂറിസ്റ്റുകളെ ഉള്ളോട്ട് പ്രവേശിപ്പിക്കുന്നത് കാണാം. അപ്പോൾ അവിടെ 2 സ്ഥലത്തായിട്ട് നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യും. ടിക്കറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി ഒരു സ്റ്റിക്കർ നമ്മുടെ ഡ്രസ്സിൽ ഒട്ടിച്ച് തരും. അപ്പോൾ അതിനുള്ളിൽ പോയിട്ട് ഇനി എന്തെങ്കിലും മിസ്സായി പോയാലോ അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാത്തവരെ കണ്ടുപിടിക്കാനോ ഒക്കെ ഉള്ളൊരു മാർഗ്ഗമായിരിക്കും. അങ്ങനെ ഇതിൻ്റെ ഉള്ളോട്ട് കുച്ചി ടണലിൻ്റെ ഭാഗത്തേക്ക് പോയി. ഇവിടെ കയറുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഈ കുച്ചി ടണലിൻ്റെ ഒരു പിക്ചറൈസ് ചെയ്ത ഒരു മാതൃകയാണ് കേട്ടോ. അതവിടെ അതിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, അതവിടെ ഗൈഡെല്ലാം വിശദീകരിച്ച് തരുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു ഫോറസ്റ്റാണ്. അപ്പോൾ അതിനുള്ളിൽ അത്യാവശ്യം തണുപ്പും എല്ലാം ഒരു കാലാവസ്ഥ അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടെയാണ് ഈ കുച്ചി ടണൽ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ടണലിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രാപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ മൃഗങ്ങളെയോ അല്ലെങ്കിൽ ശത്രുക്കളെയൊക്കെ പിടിക്കാനുള്ള ഒരു ട്രാപ്പാണ് ഇത് കാണുന്നത്. ഇതേപോലെ ഒത്തിരി ട്രാപ്പ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, പല ടൈപ്പ്. പക്ഷേ അതിൻ്റെ അകത്ത് കുടുങ്ങിയാൽ തിരിച്ചു പോരാൻ പറ്റില്ല, അത്രയും കൂർത്ത മുള്ളുകളും അമ്പുകളും ഒക്കെയാണ് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത്.
എന്താ ഈ സ്ഥാനത്തിന് പറയാം, ബങ്കറുകൾ എന്നല്ല, യുദ്ധസമയത്തൊക്കെ പട്ടാൾക്കാർ ഒളിച്ചിരിക്കാനുള്ള അതിലൊരു വിദേശ വനിത ഇറങ്ങുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുള്ളിക്കാരത്തി പൊങ്ങുന്ന നേരത്ത് ഭർത്താവ് വരുന്ന അതിൻ്റെ മുകളിലേക്ക് ചപ്പ് തെറിപ്പിച്ചതാണ്. അതെല്ലാവരും മുഖത്തായി തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ അകത്തെ കയറി വരാനാണ് കേട്ടോ ബുദ്ധിമുട്ട്. ഇത് സ്ത്രീ അതിന് കറക്റ്റാണ്. എങ്ങനെയാണ് ഇത് ഇറങ്ങിയെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ബങ്കറിലൊന്നും ഇറങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട്, ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, എല്ലാവരും കുറേ ആൾക്കാരൊക്കെ കാഴ്ചക്കാരായി നിൽക്കുകയാണ്, ഇറങ്ങുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കി. അപ്പോൾ ഇതെല്ലാം വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചപ്പ് ഇട്ട് നമ്മൾ താഴെ ഇറങ്ങി നിന്നാൽ താഴെ ഒരു വെളിച്ചമില്ല കേട്ടോ. അതിനുള്ളിൽ ഓക്സിജൻ തന്നെ ഇവിടുന്ന് കിട്ടുന്നത് അറിയില്ല. ഈ ഇല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു സാധനം അവിടെ ഉള്ളതേ അറിയില്ല. അതാണ് സ്ഥിതി. അപ്പോൾ ഇങ്ങനെയാണ് പണ്ട് പട്ടാളക്കാർ മറ്റുള്ള ശത്രുക്കളിൽ നിന്നൊക്കെ ഒളിച്ചിരുന്നത് എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാൻ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. വലിയൊരു കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. ഇറങ്ങാനും കയറാനൊക്കെ സൗകര്യമുണ്ട്. ഇനിയാണ് ഇതേമാതിരി ഒത്തിരി ടണലുകളും ഗുഹകളും നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഈ കൊച്ചി. അതേമാതിരി ഇറങ്ങിയിട്ട് പോവാം. പല ഭാഗത്ത് പല ടൈപ്പ്. ഇതിൽ ഇറങ്ങാൻ വേണ്ടി പുള്ളി ധൈര്യത്തിൽ ഇറങ്ങിയതാണ്, പക്ഷെ പോകാൻ പറ്റില്ല. ഇത്തരം കുറേ സ്റ്റാച്യൂകളും ഇതിൻ്റെ അകത്ത് കാണാം കേട്ടോ. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിലൊക്കെ പട്ടാളക്ക വേഷത്തിലുള്ള സ്റ്റാച്യൂകൾ കാണാം. ഈ കാണുന്നത് കണ്ടില്ല, നമ്മളെന്തെങ്കിലും ചതൽപ്പുറ്റാണോ അല്ലെങ്കിൽ പാമ്പിൻ്റെ പുറ്റാണെന്നൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതാണ് വെന്റിലേറ്റർ കിട്ടും. ടണലിലേക്ക് ഓക്സിജൻ കിട്ടുന്ന വെന്റിലേറ്റർ. പിന്നെ ഇതാ ഇവിടെ ഈ ടാങ്കറുകൾ അന്നത്തെ യുദ്ധകാലത്തുള്ളതായിരിക്കാം, അത്രയും കാലപ്പഴക്കമൊക്കെ അതിന് തോന്നിക്കുന്നുണ്ട്. ടാങ്കറുകൾ കാണാം, പിന്നെ ബോംബുകൾ കാണാം, പല വെയിറ്റിലുള്ള ബോംബുകളൊക്കെ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടാങ്കറിന് മുകളിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോന് പോസ്റ്റ് ചെയ്യുന്ന കുറേ ആളുകളൊക്കെ നമുക്ക് കാണാം. പോയ സ്ഥിതിക്ക് നമ്മളൊക്കെ എന്തായാലും ഇതൊക്കെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ വരും കേട്ടോ. ഇതൊക്കെ കയറി ഇതൊക്കെ നല്ല മിനുസായിട്ട് കിട്ടും. സ്കിഡ് ചെയ്യാൻ വളരെ സാധ്യത ഉള്ള ഒരു സ്ഥലമാണ്. ഹോച്ചിമിൻ സിറ്റിയിലെ കുച്ചി ഡിസ്ട്രിക്റ്റിലാണ് ഈ കുച്ചി ടണൽ സ്ഥിതി ചെയ്യുന്നത്. സിറ്റിയിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ദൂരെയാണിത്. ഇപ്പോൾ ഇത് വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാനുള്ള യുദ്ധ വിശിഷ്ടങ്ങളുടെ ഒരു മ്യൂസിയം ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. 1946 മുതൽ 1968 വരെ നാട്ടുകാരും പട്ടാളക്കാരും ചേർന്ന് നിർമ്മിച്ച ഭൂഗർഭ പ്രതിരോധ തുരങ്കങ്ങളുടെ ഒരു ശൃംഖലയാണ് കൊച്ചി ടണൽ. അമേരിക്കക്കെതിരായ യുദ്ധത്തിൽ വിയറ്റ്നാമീസിന് ചെറുത്തു നിൽക്കാൻ ഈ ടണലുകൾ വളരെ സഹായിച്ചിട്ടുണ്ട്. ഏകദേശം 250 കിലോമീറ്റർ നീളമുണ്ട് കേട്ടോ ഈ ടോട്ടൽ ടണലിന്. ഇതിനുള്ളിലേക്ക് വായു സഞ്ചാരം കിട്ടുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതേമാതിരി വെന്റിലേറ്ററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ടണലുകൾ സൈനികർ യുദ്ധസമയത്ത് ഒളിച്ചിരിക്കുന്നതിനായിട്ട് ആണ് മെയിനായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്, വിതരണം, ആശുപത്രി, ഭക്ഷണം, ആയുധ സംഭരണി, ഇങ്ങനെയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഈ ടണലിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ അതിൻ്റെ ഒരു കിച്ചൺ കണ്ടു. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഏരിയ ആയിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു വാസസ്ഥലമായിട്ടും തന്നെ ഈ ടണൽ ഉപയോഗിക്കുന്നുണ്ട്. 1975 സൈഗോണിൻ്റെ പതനത്തെ തുടർന്ന് വിയറ്റ്നാമീസ് സർക്കാർ ടണലെല്ലാം കൂടി സംരക്ഷിക്കുകയും രാജ്യത്തുടനീളമുള്ള യുദ്ധസ്മാരക പാർക്കുകളുടെ ശൃംഖലയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഇതിപ്പോൾ ഒരു യുദ്ധസ്മാരകം കൂടിയാണ്. നല്ലൊരു സുവനീർ കടയുണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങാം. പല ആളുകളും വാങ്ങുന്നുണ്ട്. ഞങ്ങൾ ഫോട്ടോഷൂട്ടിനാണ് ഇപ്പോൾ ഇത് ഉപയോഗിച്ചത്. അവരുടെ പരമ്പരാഗത തൊപ്പിയൊക്കെ അണിഞ്ഞ് ഫോട്ടോ എടുക്കലാണ് നമ്മുടെ പണി. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, റൈസ് ആൻഡ് പേപ്പർ വൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇതാണ് റൈസ് പേപ്പർ കിട്ടും, വൈൻ ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു പഠിക്കാനുള്ളതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്താ സ്വീറ്റ്സ് ഐറ്റംസ് ആണ്. ഇനി നമ്മൾ അടുത്ത ടാസ്കിലേക്ക് പോവാണ് കേട്ടോ. ടണലിൻ്റെ ഉള്ളിൽ കൂടി നടക്കാനാണ്. അപ്പോൾ 20 മീറ്റർ ദൂരമുള്ള ഒരു ടണൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു ടണലാണ് ഇത്. അപ്പോൾ അതിനുള്ളിലേക്ക് ആൾ ഇറങ്ങുന്ന കാണാം. എൻ്റെ മുന്നിലൊരു സായിപ്പാണുള്ളത്, പുള്ളിക്കാരത്തിൻ്റെ ബാക്കിലാണ് ഞാൻ. എൻ്റെ ബോസ് അതിൻ്റെ മുന്നിലാണുള്ളത്. അപ്പോൾ ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനുള്ളൊരു വഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാണുന്നത് ഇതിപ്പോൾ അതിൻ്റെ മോൾ ഭാഗം തന്നെയാണ് നമ്മൾ കാണുന്നത്. അവിടെ വെളിച്ചവും കാറ്റും ഒക്കെ ഉണ്ട്. പിന്നെ ഇനി ഈ താഴേക്ക് കണ്ടില്ല, സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകുന്നത്. താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതേമാതിരി നൂർന്ന് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം പകുതി കുനിഞ്ഞ് നടക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട് എന്തായാലും. അത്രയും ലെങ്ത് പിന്നെ 20 മീറ്റർ അല്ലേ എന്നൊരു സമാധാനമാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. എന്തായാലും ഇത്ര ആളുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നമുക്കൊരു വയ്യായ്മ തോന്നിക്കഴിഞ്ഞാൽ തിരിച്ച് നടക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പിറകിലും ഞാനിപ്പോൾ എൻ്റെ ഫോണിലുള്ള ലൈറ്റ് കൊണ്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ടോർച്ച് അടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ വെളിച്ചമാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത്. പിന്നെയാണ് മുന്നിലുള്ള ആൾ ഒരുപാട് ദൂരത്ത് പോയാൽ ഇതിൻ്റെ ഉള്ളിൽ പല വഴികളിലേക്കും
ചെറിയ ചെറിയ ഗുഹകൾ ഇങ്ങനെ കാണാം. അപ്പോൾ ഏത് റൂട്ടിലാണ് ഇവർ പോയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആകെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ് കേട്ടോ അതിനുള്ളിൽ. എന്തായാലും ഞാൻ എൻ്റെ ടാസ്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ 20 മീറ്ററിൽ നിന്ന് നമ്മളെ ഗൈഡ് കള്ളം പറഞ്ഞതാണ്. 60 മീറ്ററാണ് നമ്മൾ പോയത് കേട്ടോ അതിനുള്ളിൽ കൂടി. ഏകദേശം പകുതി ഇങ്ങനെ കുനിഞ്ഞ് നടന്നും കണ്ട് നമ്മളെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും വല്ലാതെ ക്ഷീണിച്ച് വല്ലാതെ പേടിച്ച്. ഓക്കെ, ഇതാണ് കേട്ടോ അത്. ഈ കൊച്ചി ടണലൊക്കെ വിസിറ്റ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ടണലിനുള്ളിൽ കൂടി നമ്മൾ പോയതേ. അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടേ കയറാൻ പറ്റുള്ളൂ. തിരിച്ച് പോക്ക് നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനന്ന് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും തിരിച്ച് കയറി എന്തായാലും. ഓക്കെ, ഈ റോഡിൻ്റെ സർക്കിളിൻ്റെ അവിടെ കണ്ടില്ല, മനോഹരമായി നിർമ്മിച്ചൊരു സ്തൂപത, ചുറ്റുവട്ടത്തും ഗാർഡനൊക്കെ ആയിട്ട്. ഇതൊരു സർക്കിളാണ്, പല ഭാഗത്തേക്ക് ആൾക്ക് തിരിഞ്ഞു പോകാനുള്ളൊരു വഴി. എത്ര മനോഹരമായിട്ടാണല്ലേ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ പ്ലാനിങ് ഒക്കെ ഭയങ്കരമാണ് കേട്ടോ. അടിപൊളി റോഡുകൾ, എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ഒരു ടൂറിസ്റ്റുകൾക്ക് വേണ്ടത്, അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇവർ നിർവഹിച്ചിട്ടുണ്ട്. നീണ്ടു പോകുന്ന റോഡ് കിട്ടും. ഇനി നമുക്ക് പോകേണ്ടത് മെക്കോൺ ഡെൽറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഇപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചില്ല. മെക്കോൺ ഡെൽറ്റയിൽ എത്തിയാലാണ് നമ്മൾ ലഞ്ചുള്ളത്. അപ്പോഴേക്ക് ഏകദേശം ഒരു 3-3:30 ആവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊക്കെ ഫുഡ് കഴിച്ചിട്ടോ. നേരത്തെ പാർസൽ വായിച്ചിട്ടായിരുന്ന ബർഗർ നമ്മൾ കഴിച്ചു. നല്ല ബർഗർ, ടേസ്റ്റി ബർഗർ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇവിടുത്തെ ടുട്ടുക്ക കേട്ടോ. ഇത് ഒരു വെറൈറ്റി അല്ലേ അതല്ലേ, കാണാൻ തന്നെ വെറൈറ്റി ഉണ്ട്. ഒരു 2-4-6 ആൾക്ക് യാത്ര ചെയ്യാം. Islands right here. Toto Islands. Dragon Islands. അങ്ങനെ നമ്മളിപ്പോൾ മെക്കോൺ റിവറിൻ്റെ അടുത്താണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ അടുത്ത് കാണുന്നതാണ് മെക്കോൺ റിവർ. ഇനി ഇവിടെ നമുക്ക് ബോട്ട് യാത്രയാണ്, സ്പീഡ് ബോട്ടാണ്. അപ്പോൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഒത്തിരി നേരം പോകാണ്ട് നമ്മുടെ ഐലൻഡിലേക്ക്. അപ്പോൾ ഐലൻഡിൽ ആണ് ബാക്കി ആക്ടിവിറ്റീസൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐലൻഡിൽ പോയിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ബാച്ചിൽ 10 ആളുണ്ട്. ആ 10 ആൾ ഒരുമിച്ചായിരിക്കും തോന്നുന്നു, എനിക്ക് തോന്നുന്നു ബോട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബോട്ടിൽ എല്ലാവരും റെഡി. നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ച് ബാക്കിലേക്ക് കുറച്ച് ആളുകളേ ഉള്ളൂ കേട്ടോ, 10 ആളേ ഉള്ളൂ. നമ്മളെ ബോട്ട് അങ്ങനെ മെല്ലെ മെല്ലെ സ്പീഡ് കൂടി നമ്മൾ കരയിൽ നിന്ന് കുറേ അകന്നു കേട്ടോ. ഇവിടുത്തെ ഒത്തിരി നേരം ഇവിടുന്ന് യാത്ര ഉണ്ടെന്ന് പറഞ്ഞു. 1/4 മണിക്കൂർ നമുക്ക് പോകാനുണ്ട്. അപ്പോൾ അവിടെ ആ ഐലൻഡിൽ എത്തിയിട്ടാണ് നമുക്ക് ലഞ്ച് ഉള്ളത്. അപ്പോൾ അതാണ് ഇനി അടുത്ത ലക്ഷ്യം, നമുക്ക് ലഞ്ചാണ്. ലഞ്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി ബോട്ടിങ് കാര്യങ്ങളൊക്കെ എഫക്റ്റ് ആവുള്ളൂ. ഒരു നല്ലൊരു ബ്രിഡ്ജ് കണ്ടില്ല, അപ്പോൾ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പോൾ ആ ഒരു ബ്രിഡ്ജിൽ കൂടി നമ്മൾ പോയി തോന്നിട്ടോ. നല്ലൊരു ഏതൊരു മനോഹരമായൊരു സിറ്റീൻ്റെ അടുത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കടലിലെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് നമ്മളെ സ്പീഡ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും ഇപ്പോൾ നല്ല അകലമായിട്ടുണ്ട്. ചുറ്റുവട്ടം ഐലൻഡുകൾ നമുക്ക് കാണാം കേട്ടോ. നമ്മൾ ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ബോട്ടുകളൊക്കെ ടൂറിസ്റ്റുകളെയും കൊണ്ടുവന്നിരിക്കുന്ന ബോട്ടുകളാണ്. വളരെ ചുരുക്കം ഫിഷിങ്ങിനുള്ള ബോട്ടുകൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ ടൂറിസ്റ്റുകൾ തന്നെ. ഇത് നോക്കി, ഇതിൻ്റെ ഒരു ലെങ്ത്ത് നോക്കി. ഇത് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കേട്ടോ. ഇപ്പോൾ ഇതിൽ മൊത്തം മെറ്റലുകളാണുള്ളത്. എത്ര ലോഡ് മെറ്റലുണ്ടാവും അറിയാം. ഇതിനെന്താ പറയുക, ഇതിൻ്റെ പേര് ബോട്ടിൽ നിന്ന് തന്നെയാണോ? അങ്ങനെ നമ്മൾ തീരത്തണഞ്ഞു കേട്ടോ. നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് ഇപ്പം നിർത്തിയിരിക്കുന്നത്. ഇവിടെ കാണുന്ന ബോർഡ് കണ്ടില്ലേ, നമുക്ക് ഈ നാട്ടിലത്തെ ഒരു ബോർഡ് നമുക്ക് വായിക്കാൻ പറ്റില്ല കേട്ടോ. ഒക്കെ അവരുടെ ഭാഷയിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അവർ അതിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നു. അതിൽ ഇപ്പോൾ നമ്മൾ ആ റിവറിൽ ബോട്ടിൽ ഇപ്പോൾ ഇവിടെ എത്തിയതാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച്. ആ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് വെജാണ് ഫുഡ്. നമുക്ക് 2 പേർക്കുള്ളത്. കാരണം എന്ത് ഫുഡാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ വെജാണ് ഓർഡർ ചെയ്തത്. നോൺ വെജ് ഓർഡർ ചെയ്തവർക്കുള്ള ഫിഷ് ഫ്രൈ ആട്ടോ വന്നത്. നേരെ എഴുന്നേറ്റ് നിന്ന് അതേമാതിരി സ്റ്റാൻഡിലൊക്കെ നിർത്തിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. നല്ല രസമാണ് കാണാൻ. പക്ഷെ ചുണങ്ങൊന്നും പോയിട്ടില്ല എന്നുള്ളൊരു ഡൗട്ടുള്ളൂ. ചുണങ്ങാണ് ഇനി വേറെ എന്ത് സാധനമാണെന്ന് അറിയില്ല. എന്തായാലും നല്ല രസമാണ്, രസത്തിൽ കൊണ്ടുവരുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറിലാട്ടോ നമ്മളെ റെസ്റ്റോറൻറ്റ് കിടക്കുന്നത്. ഈ മെക്കോൺ റിവറിൻ്റെ സൈഡിലായിട്ട് ഒത്തിരി പേർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റ് സൗകര്യങ്ങളാണ്. ഇപ്പോൾ ആ മീൻ കണ്ടില്ലേ, അടിച്ചു പൊളി മീൻ മൊത്തമായിട്ട്. അതിന് ചുണങ്ങൊന്നും പോക്കില്ല തോന്നിട്ടോ. നമ്മളാണ് ചുണങ്ങൊക്കെ പോക്കി വൃത്തിയാക്കി ഉണ്ടാക്കുന്ന ആൾക്കാർ. പക്ഷെ ഇതിൽ ചുണങ്ങൊക്കെ അതേമാതിരി തന്നെ ഇരിക്കുന്നുണ്ട്. ഒത്തിരി ഏരിയയിലായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ
കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഇതാ ഇവിടേക്കും ഒരു റെസ്റ്റോറൻറ്റ് സൗകര്യമുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് ഞാൻ പോയില്ല. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു സുവനീർ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. അടിപൊളി. ഫ്രണ്ട്സ്, നമ്മളെ ഫുഡൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെജ് ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റൈസ് വരാണ്ട്, സ്റ്റാർട്ടറായിട്ട് ഇതാ വെജ് സൂപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഡിസൈഡ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ഫ്രൈസുകളുണ്ട്. സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ഇതാണ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് റൈസ് ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ പുറത്ത് പോയാൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫുഡ് എന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ വെജാണ് പരമാവധി ചൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വെജാണ്. പക്ഷേ വെജ് നമുക്ക് അബദ്ധം പറ്റിയൊന്നുണ്ട്. അപ്പുറത്ത് പ്രോൺസ്, പിന്നെ പ്രോൺസ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അപ്പുറത്തുണ്ട്. പിന്നെ ഈ ഫുഡിൻ്റെ പുറത്ത് നമുക്ക് ബീവറേജസ് എന്തെങ്കിലും വേണമെങ്കിൽ, അല്ലെങ്കിൽ അതേ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഓർഡർ ചെയ്തിട്ട് അതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റ് നടത്തണം. അതൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ നേരത്തെ ആ ഫിഷിൻ്റെത് കാണിച്ചിട്ടുണ്ട്. നമ്മളെ കൂടെ വന്നിരിക്കുന്നവർ ഫിഷ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡാണ്. വെജ്, നോൺ വെജ് ആണുള്ളത്. എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കി പറയാം. അങ്ങനെ ലഞ്ച് കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ട് വെജ് ഓർഡർ ചെയ്തത് ശരിക്കും ഞാൻ വെജ് ചൂസ് ചെയ്ത് എന്താണ്, പല സ്ഥലത്തും പോകുമ്പോൾ നമുക്ക് നോണൊക്കെ പറയുമ്പോൾ എന്തൊക്കെയൊക്കെ നോണാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നോൺ വലിയ തെറ്റില്ലായിരുന്നു, നോൺ മതിയായിരുന്നു ശരിക്ക്. എന്നാലും വെജും മോശമൊന്നുമല്ല. കുറച്ച് റൈസ് ഉണ്ട്, അതിൻ്റെ കൂടെ മഷ്റൂമും കുറേ വെജിറ്റബിൾസൊക്കെ ഇട്ടിരിക്കുന്ന ഒരു സാലഡുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് കഴിച്ചു. അല്ലാണ്ട് ഒരു തട്ടിപ്പ് സാട്ടുപൂട്ട് ഫുഡൊന്നുമല്ല, നല്ല ഫുഡ് തന്നെ സെർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ മനോഹർജിക്ക് സമീപം ഇരിക്കുന്ന ഫുഡ് കഴിക്കുന്ന ഒരു 5 അംഗ സംഘം, അത് ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്ന കേട്ടോ. നമ്മളെ ബസ്സിൽ ഇന്നത്തെ ട്രിപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. ഇത് സായിപ്പ്, ഇത് വേറെ ആൾ, പിന്നെ ഇവർ 2 ആൾ, അങ്ങനെ 5 പേര് ബാംഗ്ലൂരുകാരാണ്. അപ്പോൾ അവർ നാളെ ഞങ്ങൾ പോകുന്ന റൂട്ടിലൊക്കെ ഉണ്ട്. പക്ഷേ നാളെ നമ്മളെ ട്രിപ്പിലാണോ എന്നറിയില്ല. എന്തായാലും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ കൊച്ചി ടണൽ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. മെക്കോൺ ഡെൽറ്റ കൂടി ഇന്ന് ഉണ്ട്, പക്ഷേ ആ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെട്ട വീഡിയോ ലെങ്ത് വളരെ കൂടും. അതുകൊണ്ട് മെക്കോൺ ഡെൽറ്റ അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. വിയറ്റ്നാം വിശേഷങ്ങൾ അടങ്ങിയ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബായ്.